السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المسلمين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, സുന്നികളും മുജാഹിദുകളും കാലം ഒരുപാടായി തർക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് മൗലിദാഘോഷം എന്ന് പറയുന്നത്, ഇസ്തിഗാസ എന്ന് പറയുന്നത്. എന്താണ് ഇസ്തിഗാസ, എന്താണ് തവസ്സുല് എന്നതിനെ കുറിച്ച് പൂർണ്ണമായ അവബോധം ഗ്രഹിക്കാത്ത വഹാബികൾ നമ്മുടെ പൂർവകാല ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും പൂർവികരെയും കാഫിരീങ്ങളും മുശ്രിക്കുകളും ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വഹാബി പ്രസ്ഥാനക്കാർ. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്ന് പറയുന്നത്? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഇസ്തിആനത്താണ്, സഹായം ചോദിക്കലാണ്. മഹാന്മാക്കളായ അമ്പിയാക്കളെയും ഔലിയാക്കളുടെയും മുഅ്ജിസത്ത് കറാമത്ത് മുഖേന അള്ളാഹുവിനോട് സഹായം ചോദിക്കലാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഇസ്തിഗാസയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഖുർആനിലുള്ള പല ആയത്തുകളെയും ഇവർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇസ്തിഗാസ ബിദ്അത്താണ്, ഇസ്തിഗാസ മുശ്രിക്കാക്കുന്ന പ്രവർത്തനമാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്തിഗാസക്ക് ഖുർആനിലെമ്പാടും തെളിവുകൾ നിരത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ അല്ലദീന യുഖീമൂന സ്വലാത്ത വല്ലദീന യുഅ്തൂന സഖാത്ത വഹും റാകിഊൻ എന്നാണ് സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താ അല്ലാഹു പറയുന്നത്? നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളുടെ സഹായി അത് അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, അവന്റെ നിസ്കാരവും നോമ്പും നിലനിർത്തുന്ന സത്യ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളാണ് നിങ്ങളുടെ സഹായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. ആ അടിസ്ഥാനത്തിൽ അവർ സഹായിയാകുമ്പോ അവരോട് സഹായം ചോദിക്കാമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് സുന്നികൾ അവരോട് സഹായം ചോദിക്കുന്നത്. എന്നാൽ ഈ ഇസ്തിഗാസ അത് ശിർക്കാണെന്ന് വാദിച്ചുകൊണ്ട് ഖുർആനിലെ ആയത്തിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വഹാബികൾ. അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആയത്തുകളാണ്. ഏതാണ്? സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ അധ്യായം. അവർ എന്താ പറയുന്നത്? അവർ അവിടുത്തെ നജ്വത്തുൽ മുജാഹിദീൻ ഖുർആൻ വ്യാകരണം എന്ന ഗ്രന്ഥത്തിൽ മൗലവിമാർ ഇതിന്റെ അർത്ഥം വെക്കുന്നുണ്ട്. എന്താ? സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ അധ്യായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നു, എന്താ? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും എന്നിടത്ത് മുജാഹിദുകൾ അർത്ഥം വെക്കും. എന്ത്? നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാക്കൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്പിയാക്കൾ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുനമ്പത്തെ ബീവി, അതുപോലെ ശൈഖ് ജീലാനി തങ്ങൾ, ഇവരാരും നിങ്ങളുടെ വിളി കേൾക്കൂല, നിങ്ങളുടെ വിളി കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകൂല എന്നാണ് വഹാബികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ മായന എന്താണ്? തഫ്സീറുകളെല്ലാം തന്നെ എഴുതി വെക്കുന്നു. മഹാനായ തഫ്സീർ ഇബ്നു കസീർ തന്നെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. തഫ്സീർ ഇബ്നു കസീറിൽ വ്യക്തമായി എഴുതി വെക്കുന്നുണ്ട്, യഅനി അൽ ആലിഹത അല്ലതി തദ്ഊന മിൻ ദൂനില്ലാഹി ലാ യസ്മഉ ദുആഅകും ലിഅന്നഹാ ജമാദുൻ ലാ അർവാഹ ഫീഹാ എന്നാണ് ഇവിടെ എഴുതി വെക്കുന്നത്. എന്താ പറയുന്നത്? നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? ഔലിയാക്കളോട് ചോദിക്കുന്ന, അമ്പിയാക്കളോട് ചോദിക്കുന്ന ഇസ്തിഗാസക്കെതിരായിട്ടല്ല, മറിച്ച് മക്കാ മുശ്രിക്കീങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്ന അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കൾ ആരാധിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞതാണ്, മുശ്രിക്കീങ്ങളെ, നിങ്ങൾ വിളിക്കുന്ന ആലിഹത്ത്, അല്ലാഹു അല്ലാത്ത നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങള്, അവർ നിങ്ങളെ വിളി കേൾക്കൂല, അവർ നിങ്ങളെ വിളിച്ചാൽ ഉത്തരം നൽകൂല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വഹാബികൾ ഇവിടത്തെ ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ വിളി കേൾക്കൂല എന്നിടത്തുള്ള മീറിനെ അവർ മമ്പറത്തേക്ക് മടക്കുന്നു, അവർ മുനമ്പത്തെ ദീവിയിലേക്ക് മടക്കുന്നു, ഔലിയാക്കളിലേക്ക്
മടക്കുന്നു, മഹാന്മാക്കളിലേക്ക് മടക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എന്താണെന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇതുപോലെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്ന മറ്റൊരു ആയത്താണ് വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലാ യസ്തതിഉ നസ്റകും വലാ അൻഫുസഹും. ഇവിടെയും അവർ അർത്ഥം വെക്കും, വഹാബികൾ അർത്ഥം വെക്കും, താടി വെച്ച ജാഹിലീങ്ങളായ വഹാബികൾ. എന്താണ് ഖുർആനിനെ പോലും വ്യാഖ്യാനം ചെയ്യുന്ന വഹാബികൾ അർത്ഥം വെക്കും. എന്താണ് അവർ പറയുന്നത്? ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഔലിയാക്കൾ, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, നിങ്ങളെ നല്ല അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ല എന്നാണ് വഹാബികൾ അർത്ഥം വെക്കുന്നത്. ഞാൻ പറയട്ടെ, തഫ്സീറുകളായ തഫ്സീറെല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഔലിയാക്കളെയല്ല, അമ്പിയാക്കളെയല്ല, മഹാന്മാക്കളെയല്ല, മറിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആലിഹത്തിനെയാണ്. മക്കത്തെ മുശ്രിക്കീങ്ങള് അവിടെ ആരാധിച്ചിരുന്ന ആ ആലിഹത്തിനെയാണ്. അതുകൊണ്ട് ഇസ്തിഗാസക്ക് ഒരിക്കലും എതിരാവുന്നില്ല. ഇനിയും കവലതോറും ഇവർ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. മക്കത്തെ മുശ്രിക്കീങ്ങളും മുക്കത്തെ മുസ്ലിമീങ്ങളും കാഫിരീങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്, ഇങ്ങനെ അവർ വാദിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ആലിമീങ്ങൾ ഇവിടെ സജ്ജമാണ്, എത്ര വേണമെങ്കിലും തെളിവ് നിരത്താനും നിങ്ങളുടെ വിദഅത്തിന്റെ ഓരോ മുനമ്പത്തിനെയും തട്ടിത്തെറിപ്പിക്കാൻ ഇവിടെ ആലിമീങ്ങൾ സജ്ജമാണ്. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ അവസരം എപ്പോഴാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണമേ, നിങ്ങൾ മനസ്സിലാക്കണമേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.